ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. RPN വെൽഡിംഗ് വർക്കിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇത് കോയമ്പത്തൂരിൽ വടവള്ളി പറഞ്ഞ സ്ഥലത്തൊരു കോംപ്ലക്സിൽ വർക്ക് ചെയ്ത ഹാൻഡ് റെയിൽ, അതേപോലെ തന്നെ പാരപ്പറ്റ്, ഹാൻഡ് റെയിൽ, പോളി കാർബണുള്ള ഫ്രെയിം, അതേപോലെ കുറച്ച് പാർട്ടീഷൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകളാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വന്ന് സ്റ്റെയർ കേസ് 3 നിലയാണ്. അപ്പോൾ ഈ 3 നിലയ്ക്ക് നമ്മൾ മുകളിൽ മൊത്തം സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് ഹാൻഡ് റെയിൽ പണിതിരിക്കുന്നത്. 3/4 സ്ക്വയർ ട്യൂബാണ് അതിൽ നമ്മൾ മൊത്തമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ 1.5 സ്ക്വയർ ട്യൂബ്. പിന്നെ ഈ ഹാൻഡ് റെയിലിൻ്റെ മുകളിൽ നമ്മൾ പട്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിതിൽ മരമാണ്, കൈ പിടിക്കാനുള്ള പിടിഭാഗത്ത് മരമാണ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പട്ടയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് നമ്മളൊരു 3 ഇഞ്ച് വെളിയിലേക്ക് തള്ളിയിട്ടാണ് ഇതിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ മുകളിൽ മൊത്തം വാൽക്കണി ഇതെല്ലാം ഹാൻഡ് റെയിൽ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം 1.5 സ്ക്വയർ ട്യൂബും 3/4 സ്ക്വയർ ട്യൂബും. ഇപ്പോൾ മുകളിൽ കാണുന്നത് പോളി കാർബൺ ഇടാൻ വേണ്ടിയിട്ടുള്ള ഫ്രെയിമാണ്, കാൻഡിലിവറിലാണ് നിർത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ബാക്ക് സൈഡ് വന്നിട്ട് ഏറ്റവും ടോപ്പിലേക്ക് കയറാൻ നമ്മൾ സ്റ്റെയർ കേസും ചെയ്തിട്ടുണ്ട്. അത് ഫുള്ള് വെളിയിൽ കൂടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, പുറത്തു കൂടെ ടോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ മുകളിൽ കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പാരപ്പറ്റ് കിട്ടിയിട്ടില്ല. പാരപ്പറ്റിന് പകരം നമ്മൾ ഇത് തന്നെയാണ്, ഹാൻഡ് റെയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് ഹൊറിസോണ്ടൽ മോഡലാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത്. താഴെയൊക്കെ വെർട്ടിക്കൽ മോഡലാണ്, ഇവിടെ ഹൊറിസോണ്ടൽ മോഡലാണ്. ഇവിടെ ഇപ്പോൾ 2 അടി ഹൈറ്റേ കൊടുത്തത്. താഴത്തെ കൂടെ ഒരു കട്ട അവർ സെറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ബ്രിക്സ് വന്നിട്ട് താഴത്തോട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഗ്യാപ്പാണ് നമ്മൾ വിട്ടിട്ട് ബാക്കിയുള്ളത് നമ്മൾ ചെയ്തിരിക്കുന്നത്. സുഹൃത്തുക്കൾ, ഇത് വന്നിട്ട് കോയമ്പത്തൂരാണ് കേട്ടോ. കോയമ്പത്തൂർ വടവള്ളി സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ വർക്കുകൾ എവിടെയാണ് കിട്ടുന്നത് അവിടെ നമ്മൾ പോയി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇന്ന സ്ഥലത്ത് നിന്നൊന്നുമില്ല, നമ്മൾക്ക് പറ്റുന്ന രീതിയിലാണെങ്കിൽ എല്ലാവിടെയും പോയി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. മുകളിൽ ഇത്രയും ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഈ സ്റ്റെയർ കേസ് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഫുള്ള് ഹാൻഡിലിവർ മോഡലാണ് നമ്മൾ സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ പോളികാർബൺ ഇടാൻ വേണ്ടിയിട്ടും നമ്മൾ ഹാൻഡിലിവർ മോഡലാണ്. ഈ സൈഡ് വന്നൊരു ബോർഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 7 അടി ഹൈറ്റിലാണ് നമ്മൾ പോളി കാർബണിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. മൊത്തം 10 അടി ഹൈറ്റുള്ളത് കൊണ്ട് തന്നെ ഈ 3 അടി നമ്മൾ വി ബോർഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. വി ബോർഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ടാണ് ബാലൻസ് നമ്മൾ കാൻഡിലിവറിൽ നടത്തിയിരിക്കുന്നത്. ബാൽക്കണിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ബാൽക്കണിൻ്റെ താഴത്തെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ജനലുകളെല്ലാം വന്നിട്ട് ഗ്രില്ല് ചെയ്തിരിക്കുന്നതും ഇതേപോലെ 1/2 സ്ക്വയർ ട്യൂബും പട്ടയും ചേർന്ന് കൊടുത്തിട്ടാണ് കേട്ടോ. സ്റ്റെപ്പാണ് നമ്മൾ ഇറങ്ങി വരുമ്പോഴുള്ള വ്യൂ ആണ് നമ്മൾ കാണിക്കുന്നത്. അത് കാൻഡിലിവറിൽ കാണുന്നത് പോളികാർബൺ വേണ്ടി. പോളികാർബൺ ഇട്ടിട്ടില്ല, കാരണം എന്താ പറഞ്ഞാൽ ഇനി കുറച്ച് തേപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ പോളികാർബൺ ഇടാൻ പറ്റില്ല. എല്ലാ വർക്ക് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഫിനിഷിങ് വർക്കിലാണ് പോളികാർബൺ. ഫ്രെയിം മാത്രമാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴുള്ള വ്യൂ ആണ് നമ്മൾ കാണുന്നത്. സ്റ്റെപ്പ്, ഹാൻഡ് റെയിൽ നമ്മളിതെല്ലാം 3 അടി ഹൈറ്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. 1:1 പട്ട ഉപയോഗിച്ചിരിക്കുന്നത്. 3/4 സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ സ്റ്റെപ്പിൽ നിന്ന് 3 ഗ്യാപ്പ് വെളിയിലേക്ക് തള്ളിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ടൈലിടുമ്പോൾ തടസ്സം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിയിൽ കൂടെയാണ് ഇത് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് സുഹൃത്തുക്കളെ, കോയമ്പത്തൂരുള്ള വടവള്ളിയിൽ നമ്മൾ പോയി ചെയ്ത് കൊടുത്താണ്. ഇതാണ് 3 നില കെട്ടിടമാണ്. സുഹൃത്തുക്കളെ, ഇതേപോലെയുള്ള അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. ഓക്കെ, ബൈ.